ആന്റണി ബ്രിഡ്ജർട്ടൺ എന്ന കഥാപാത്രത്തിനോട് ഒരിക്കലെങ്കിലും ക്രഷ് തോന്നാത്ത ആളുകളുണ്ടോ? ചോദ്യമാണ്. നെറ്റ്ഫ്ലിക്സിൽ ബ്രിഡ്ജർട്ടൺ എന്ന സീരീസ് കണ്ടിട്ടില്ലാത്തവർക്ക് അറിയാൻ പറ്റില്ല. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആ കഥാപാത്രത്തെ മനോഹരമാക്കിയ ജോനതൻ ബെയ്ലിയാണ് ഈ വർഷത്തെ സെക്സിയസ്റ്റ് മാൻ എലൈവായി പീപ്പിൾ മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വർഷവും പീപ്പിൾ മാഗസിൻ ഒരാൾക്ക് ഈ ടൈറ്റിൽ കൊടുക്കുമെങ്കിലും ഈ വർഷത്തെ അംഗീകാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? പീപ്പിൾ മാഗസിന്റെ 40 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പരസ്യമായി ഗേ അഥവാ സ്വവർഗാനുരാഗിയാണെന്ന് തുറന്നു പറഞ്ഞ വ്യക്തിക്ക് സെക്സിയസ്റ്റ് മാൻ ടൈറ്റിൽ നൽകുന്നത്. 2018 ഗേ ആണെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയ താരമാണ് ജോനതൻ ബെയ്ലി. ഹോളിവുഡിന്റെ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു മാറ്റമാണിത്. 1985 മെൽ ഗിബ്സൺ എന്ന നടനിൽ തുടങ്ങി ബ്രാഡ് പിറ്റ്, ജോണി ഡെപ്പ്, ജോർജ് ക്ലൂണി, മാത്യു മക്കോണഹെ, ടോം ക്രൂസ്, ഹ്യൂ ജാക്ക്മാൻ അങ്ങനെ ഒരു നീണ്ട നിര തന്നെ 40 വർഷത്തിനിടയിൽ ഈ ടൈറ്റിലിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരിക്കൽ പോലും പരസ്യമായി ഗേ ആണെന്ന് അംഗീകരിച്ചൊരു വ്യക്തിക്ക് സെക്സിയസ്റ്റ് മാൻ ടൈറ്റിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ LGBTQ+ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഈ ടൈറ്റിലേക്ക് റെപ്രസെന്റേഷൻ ലഭിച്ച ആദ്യ ഹോളിവുഡ് നടനാണ് ജോനതൻ ബെയ്ലി. ബ്രിഡ്ജർട്ടൺ എന്ന ഹിറ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസിന് പുറത്ത് ഹോളിവുഡിൽ സ്കാർലറ്റ് ജോഹാൻസണിനൊപ്പം ജുറാസിക് വേൾഡ് റീബർത്ത്, ആരിയാന ഗ്രാൻഡയ്ക്കൊപ്പം വിക്കിഡ്, ഇനി റിലീസ് ചെയ്യാനുള്ള വിക്കിഡ് 2 അങ്ങനെ ഹോളിവുഡിൽ തരംഗമുണ്ടാക്കി മുന്നേറുന്ന നടനാണ് ബെയ്ലി. സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം, ഹോളിവുഡിൽ വരാനിരിക്കുന്ന പ്രോജക്റ്റുകളുടെ റീച്ച്, സെലിബ്രിറ്റി എന്ന രീതിയിൽ പ്രേക്ഷകരുടെ ഇടയിലുള്ള പ്രസൻസ് എന്നിവയൊക്കെ കണക്കാക്കിയാണ് അമേരിക്കൻ മാഗസിനായ പീപ്പിൾ ഓരോ വർഷവും ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷെ ടൈറ്റിൽ ലഭിച്ചാൽ ഫോട്ടോഷൂട്ടും ഇൻ ഡെപ്ത് ഇന്റർവ്യൂസും നിർബന്ധമായതിനാൽ പല താരങ്ങളും പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതൊഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ടൈറ്റിലാണ് ഈ സെക്സിയസ്റ്റ് മാൻ എലൈവ്. 30 വർഷങ്ങൾക്കുള്ളിൽ ഹോളിവുഡിൽ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും LGBTQ+ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വന്ന മാറ്റങ്ങൾ ചെറുതല്ല. ദ ബേർഡ് കേജ്, ബ്രോക്ക്ബാക്ക് മൗണ്ടൻ, ഓൾ ഓഫ് അസ് സ്ട്രേഞ്ചേഴ്സ് തുടങ്ങിയ സിനിമകളുടെ പങ്കും വലുതാണ്. LGBTQ+ കമ്മ്യൂണിറ്റിയോടുള്ള ആളുകളുടെ സമീപനവും കാഴ്ചപ്പാടും മാറാൻ ഇതുപോലെ ഒരു പ്രതിനിധാനം ലഭിക്കുന്നതും പ്രധാനമാണ്. ജോനതൻ ബെയ്ലി എന്ന വ്യക്തി ആഘോഷിക്കപ്പെടുമ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്കാണ് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിനിധി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായി പീപ്പിൾ മാഗസിന്റെ സെക്സിയസ്റ്റ് മാൻ ടൈറ്റിലിന് ഒരു പർപ്പസ് ഉണ്ടായി.